വി ഡി സതീശൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെയും പിണക്കാതെയും എല്ലാം കൃത്യമായി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ട ഏറ്റവും പ്രധാനമായി വേണ്ട ഗുണം എന്ന് പറയുന്നത് ആരെയും പിണക്കാതെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുക. അതാണല്ലോ ക്യാപ്റ്റൻ എന്നുള്ളത്. 3 പേരും ഒരേപോലെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നിൽക്കുകയും ആരും പിൻവാങ്ങാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ AICC വലിയ രീതിയിൽ വെള്ളം കുടിച്ചൊരു സംഭവമായിരുന്നു. CP ജോൺ മന്ത്രിസഭയിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ആഹ്ലാദകരമായ ഒരു സംഭവം. OJ ജിനീഷ് മന്ത്രിയായി വരുന്നു എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും ശിശു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേബി എന്ന് പറയാവുന്നത് OJ ജിനീഷാണ്. കോൺഗ്രസിൽ കലാപം ഉണ്ടാവില്ല എന്നല്ല, കോൺഗ്രസിൽ കലാപം ഉണ്ടാവും. ഇപ്പം തന്നെ ചാണ്ടി ഉമ്മനെ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമസ്കാരം. അവസാനം കേരളത്തിൽ VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് ആശംസ നേരാം. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ ചടങ്ങുകളുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ സമീപകാലത്ത് കേരളം കണ്ടൊരു വലിയ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെയായിരുന്നു എന്നും പറയാം. തമിഴ്നാട്ടിലൊക്കെ നടന്നതിന് വെച്ച് നോക്കുമ്പോൾ ചെറുതായിരിക്കാം, എങ്കിൽ പോലും സംഘടന മികവൊക്കെ നമുക്കിതിൽ നിയുക്ത മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ ഇന്നലെ വരെ നമുക്കിതിൽ കണ്ടിരുന്നു. പലപ്പോഴും അവിടെ വന്നു പോകുന്നതും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും എല്ലാം. അതുപോലെ പല നേതാക്കന്മാരുടെ വരവും പിന്നെ ഗവർണറെ ഡീൽ ചെയ്ത രീതിയും, കാരണം വന്ദേമാതരം വിഷയമൊക്കെ വിവാദമായിരുന്ന സമയത്ത് അതൊക്കെ ഡീൽ ചെയ്ത രീതിയെല്ലാം നമുക്ക് ഈ ഇന്നത്തെ ഒരു ചടങ്ങിൽ ദൃശ്യമായിരുന്നു. അപ്പം മൊത്തത്തിലുള്ള സതീശൻ സർക്കാരിൻ്റെ ആദ്യ ദിനം കളർഫുള്ളായില്ലേ? ആദ്യ ദിനം കൊള്ളാം എന്ന് തന്നെ വേണം പറയാം. കാരണം VD സതീശൻ വളരെ പക്വതയുള്ളൊരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആർക്കും സംശയമില്ല. ഒരുപക്ഷെ ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ അധികാരമേൽക്കുന്നത്. കാരണം അദ്ദേഹം ഒരുപക്ഷെ പല കാരണങ്ങളാൽ ഈ മുഖ്യമന്ത്രി ആവാതിരിക്കാൻ കാരണമുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മാറ്റിവെച്ച് ഒന്നുകിൽ KCO അല്ലെങ്കിൽ RCO അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആവേണ്ടിയിരുന്ന മുഖ്യമന്ത്രി സ്ഥാനം VD സതീശനിലേക്ക് എത്തിയത് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ്. ജനങ്ങൾ തെരുവിലിറങ്ങുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് AICCക്ക് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കേണ്ടി വന്നത്. അപ്പം 11 ദിവസത്തെ വലിയ നീണ്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന ഒരു പ്രക്രിയയായിരുന്നു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നുള്ളത്. കാരണം 3 പേരും ഒരേപോലെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നിൽക്കുകയും ആരും പിൻവാങ്ങാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ AICC വലിയ രീതിയിൽ വെള്ളം കുടിച്ചൊരു സംഭവമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിച്ചതോടുകൂടി ഇടഞ്ഞു നിന്ന രമേശ് ചെന്നിത്തലയെ വളരെ പെട്ടെന്ന് തന്നെ ഒരുമിച്ച് നിർത്തുന്നു. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് വേണം എന്ന് ആവശ്യം ഉന്നയിക്കുന്നു. ആ ആഭ്യന്തര വകുപ്പ് യാതൊരു മടിയും കൂടാതെ അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി സതീശൻ തയ്യാറാവുന്നു. ഒരുപക്ഷേ സതീശൻ വാശി പിടിച്ചിരുന്നെങ്കിൽ ഈ മന്ത്രി ഇത്രയും ഭംഗിയായി ഇത് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ തന്നെ നമുക്കറിയാം മിക്കവാറും എല്ലാ വകുപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീതിച്ച് റെഡിയാക്കുന്ന സമയത്താണ് മുരളീധരൻ തനിക്ക് ആരോഗ്യവകുപ്പും ദേവസ്വം ഇല്ലെങ്കിൽ ഞാൻ സത്യപ്രതിജ്ഞയ്ക്ക് നാളെ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. മുരളീധരൻ എല്ലാ കാലത്തും അങ്ങനെയാണ്. ഞാൻ പാർട്ടിയുടെ വിധേയനായി നിൽക്കും എന്ന് പറയും. അതുപോലെ തന്നെ പാർട്ടി എന്ത് തീരുമാനം എടുത്താലും ഞാൻ അത് സ്വീകരിക്കും. പാർട്ടി എന്നോട് മന്ത്രിസഭയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ മുരളീധരൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് തക്ക സമയത്ത് ചെക്ക് വെച്ചു. ഞാൻ ആവശ്യപ്പെട്ട വകുപ്പ് ഈ ദേവസ്വവും അതുപോലെ തന്നെ ആരോഗ്യമാണെന്നും അത് കിട്ടിയില്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് VD സതീശൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെയും പിണക്കാതെയും എല്ലാം കൃത്യമായി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ട ഏറ്റവും പ്രധാനമായി വേണ്ട ഗുണം എന്ന് പറയുന്നത് ആരെയും പിണക്കാതെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുക. അതാണല്ലോ ക്യാപ്റ്റൻ എന്നുള്ളത്. ക്യാപ്റ്റൻ എന്നുള്ളത് 1 വർഷം മുന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ക്യാപ്റ്റൻ എന്നുള്ള പ്രയോഗം വരുന്നത്. ചിരിക്കുന്നൊരു മുഖ്യമന്ത്രി കിട്ടിയെന്നൊക്കെ പറയുന്നത്. അതെ. ചിരിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാവർക്കും അപ്രോച്ചബിളാണ്. എന്തും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാൻ പറ്റും. എല്ലാവർക്കും അദ്ദേഹം വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ആയിരുന്നെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ ശൈലിയല്ല ഇദ്ദേഹത്തിൻ്റെത് കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. ആ ശൈലിക്ക് വലിയ രീതിയിലുള്ള കയ്യടി കിട്ടും എന്ന് തന്നെയാണ് പറയേണ്ടത്. പിന്നെ മാത്രമല്ല, ഈ ഇലക്ഷൻ സമയത്ത് പ്രഖ്യാപിച്ച ഈ കുറേ പ്രഖ്യാപനങ്ങളുണ്ട്. അതൊക്കെ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഗവർണറുടെ വീട്ടിലെ ചായ സൽക്കാരത്തിന് ശേഷം ചേർന്ന ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കേരളം ഉള്ളത്. കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഘടകകക്ഷിയുടെയും മന്ത്രിമാർ പ്രഗത്ഭരാണ് എന്നുള്ളതാണ്. പലതരത്തിൽ പ്രഗത്ഭരാണ് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ സമർത്ഥരും പ്രഗത്ഭരുമാണ് എന്നുള്ളത് മാത്രമല്ല, മുരളീധരൻ എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ പ്രഗത്ഭനായിരുന്ന അല്ലെങ്കിൽ എക്കാലത്തും കോൺഗ്രസിൻ്റെ കരുത്തൊക്കെ ആയിരുന്ന ലീഡർ കരുണാകരൻ്റെ മകനാണ്. അദ്ദേഹം നേരത്തെ കുറച്ചു കാലം മന്ത്രിയായിരുന്നു, ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത്തവണ വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു അദ്ദേഹത്തിന്. പക്ഷേ ഇത്തവണ വളരെ കരുത്തനായാണ് അദ്ദേഹം വരുന്നത്. വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്, ദേവസ്വവും അതുപോലെ തന്നെ ആരോഗ്യവും. കഴിഞ്ഞ മിനിസ്ട്രിയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പഴി കേട്ട വകുപ്പാണ്
ആരോഗ്യം. അത് ചോദിച്ചു വാങ്ങിയെന്നുള്ള. അതെ അതെ അതെ, പഴികേട്ടൊരു വകുപ്പാണ് ആരോഗ്യം. അതുപോലത്തെ അതിനേക്കാളേറെ വിവാദങ്ങളിൽ അകപ്പെട്ട ഒരു വകുപ്പാണ് ദേവസ്വം. ഈ രണ്ട് വകുപ്പാണ് കെ മുരളീധരൻ ഏറ്റവും അംഗീകരിക്കുന്നത്. ഒരുപക്ഷെ അന്ന് അദ്ദേഹം DIC ഒക്കെ രൂപീകരിച്ച് കോൺഗ്രസ് നിന്നൊക്കെ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആവേണ്ടിയിരുന്ന ഒരു നേതാവ് കൂടിയാണ് കെ മുരളീധരൻ, നമുക്കറിയാം. അതിൽ മറ്റൊരു മകൻ എന്ന് പറയുന്നത്, മന്ത്രിമാരുടെ മക്കളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറ്റൊരു മകൻ എന്ന് പറയുന്നത് അനൂപ് ജേക്കബാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു. അത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴും ഏത് വകുപ്പുകൾ കൈകാര്യം ചെയ്താലും ആ വകുപ്പിൽ വലിയ പ്രത്യേകതകളൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന TM ജേക്കബിൻ്റെ മകനാണ് അനൂപ് ജേക്കബ്. അദ്ദേഹം ഈ മിനിസ്ട്രിയിലെത്തുന്നു. അതുപോലെ തന്നെ ഒരുപക്ഷെ RSPയുടെ ഏറ്റവും പ്രഗത്ഭനായ നേതാക്കന്മാരൊരാളായിരുന്ന ബേബി ജോൺ, അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ തവണ മന്ത്രിസഭയിലെത്തുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഷിബു ബേബി ജോൺ നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല, MLA ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അദ്ദേഹം ചവറയിൽ നിന്ന് വീണ്ടും വിജയിച്ച് കയറുന്നു. അദ്ദേഹമാണ് ഈ മന്ത്രിസഭയിലെ ഒരു പ്രഗത്ഭനായ ഒരു മന്ത്രിയായി വരുന്നത്. വനം വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ പഴികേട്ട മറ്റൊരു വകുപ്പ് എന്ന് പറയുന്നത് വനം വകുപ്പാണ്. അദ്ദേഹം വീണ്ടും നിയമസഭയിലെത്തുകയും വീണ്ടും മന്ത്രിയാവുകയും ചെയ്യുന്നു. കഴിഞ്ഞ തവണ തൊഴിൽ വകുപ്പായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മറ്റൊരു മന്ത്രി എന്ന് പറയുന്നത്, മക്കൾ ആയ മന്ത്രി എന്ന് പറയുന്നത് അബ്ദുൾ ഗഫൂറാണ്. അബ്ദുൾ ഗഫൂർ ആരാണെന്ന് നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. അദ്ദേഹം കളമശ്ശേരിയിൽ നിന്നാണ് വിജയിച്ചത്. ഒരുപാട് വലിയ പഴികേട്ടിട്ടുള്ളതാണ് ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ വലിയ പഴികേട്ട മന്ത്രി കൂടിയാണ് ഇബ്രാഹിം കുഞ്ഞൻ. ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൾ ഗഫൂർ ഈ മിനിസ്ട്രിയിലുണ്ട്. പിന്നെയുള്ളത് PK ബഷീറാണ്. അദ്ദേഹം നേരത്തെ എനിക്ക് തോന്നുന്നു 10-30 വർഷക്കാലം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും പേരുകേട്ട മന്ത്രിയായിരുന്നു സീതി ഹാജിയുടെ മകനാണ്. അങ്ങനെ മക്കളായ മന്ത്രിമാർ ഇവരൊക്കെയാണ്. പിന്നെ ശ്രീകണ്ഠൻ MPയുടെ ഭാര്യ എന്നുള്ള നിലയിൽ അവർ ഇത്തവണ ഈ മിനിസ്ട്രിയിലുണ്ട്. പക്ഷേ അവർ ശ്രീകണ്ഠൻ്റെ ഭാര്യ എന്നുള്ള നിലയിലല്ല, അവർ നേരത്തെ തന്നെ KPCC ഭാരവാഹിയായിരുന്നു. അവർ 3 തവണ നേരത്തെ മത്സരിച്ചിട്ടുണ്ട്. ഇത്തവണ കോങ്ങാട് എന്ന് പറഞ്ഞ CPMന്റെ കോട്ടയിൽ വലിയ വിള്ളൽ വീഴ്ത്തിയാണ് അവർ നിയമസഭയിലേക്ക് എത്തിയത്. തുടക്കത്തിൽ തന്നെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ അവർ മന്ത്രിയാവുന്നു എന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. പിന്നെ ഈ മക്കളല്ലാത്ത അവരുടെ മന്ത്രിമാർ ആരൊക്കെയെന്ന് വെച്ചാൽ ഇപ്പം CP ജോൺ മന്ത്രിസഭയിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ആഹ്ലാദകരമായ ഒരു സംഭവം. കാരണം CP ജോൺ വളരെ പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരൻ എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളിലും നല്ല ഗ്രാഹ്യമുള്ള പൊതുപ്രവർത്തകനാണ്. ഒരുപക്ഷെ CPM വിട്ടുപോയില്ലായിരുന്നെങ്കിൽ, MP രാഘവൻ്റെ കൂടെ CMP ഉണ്ടാക്കുന്ന സമയത്ത് വിട്ടുപോയില്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ CPMന്റെ വലിയ നേതാവായി മാറേണ്ടതാണ്. അതുപോലെ തന്നെ നല്ല വകുപ്പ് 1-2 തവണയൊക്കെ മന്ത്രിയൊക്കെ ആയി മാറേണ്ടിയിരുന്ന CP ജോൺ ഇത്തവണ വൈകിയാണെങ്കിലും ഈ മിനിസ്ട്രിയിലെത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. ഇതിൽ OJ ജിനീഷ് മന്ത്രിയായി വരുന്നു എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും ശിശു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേബി എന്ന് പറയാവുന്നത് OJ ജിനീഷാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയപ്പോൾ അദ്ദേഹം വളരെ ആകസ്മികമായിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായത്. അദ്ദേഹം ഈ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. കൊടുങ്ങല്ലൂരിൽ വലിയ വിജയം നേടിയാണ് അദ്ദേഹം എത്തുന്നത്. വളരെ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിൽ നിന്നും വളരെ പ്രതികൂല കാലാവസ്ഥയിലൂടെ സഞ്ചരിച്ച് പൊതുപ്രവർത്തകനായ ഒരു വ്യക്തിയാണ് OJ ജിനീഷ്. അതുകൊണ്ട് OJ ജിനീഷിൻ്റെ മന്ത്രി ഈ പദം എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്കെല്ലാം വലിയ ആശ്വാസം നൽകുന്നുണ്ട്. കാരണം പലപ്പോഴും പാവപ്പെട്ടവരുടെ പാർട്ടിയിലൊന്നും അങ്ങനെയുള്ള ആളുകൾ കാണാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി MLA ആയി മന്ത്രിസഭയിലേക്ക് എത്തിയ OJ ജിനീഷ് ശരിക്കും എല്ലാ യുവാക്കൾക്കും അതുമാത്രമല്ല പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇനി വരാനിരിക്കുന്നവർക്ക് പോലും വലിയ ആവേശം നൽകുന്നതാണ് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം 28ാമത്തെ വയസ്സിൽ മന്ത്രിയായ ആളാണ്. പിന്നീട് കോൺഗ്രസിൻ്റെ പല പദവികളും വഹിച്ചിട്ടുണ്ട്. MP ആയിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവായിരുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. അങ്ങനെ പല തരത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളതാണ് അദ്ദേഹമാണ് ഈ മന്ത്രിസഭയുടെ ഏറ്റവും പ്രധാന അസറ്റ് എന്ന് പറയുന്നത്. നേരത്തെ മന്ത്രിയൊന്നും ആവാതെ നേരെ മുഖ്യമന്ത്രി ആവുകയാണ് VD സതീശൻ. അതുകൊണ്ട് VD സതീശൻ്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനം ശരിക്കും കേരളത്തിൽ വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഇന്ന് കണ്ട ആഘോഷങ്ങളല്ലാതായിരുന്നു. തിരുവനന്തപുരം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നടന്നത്. എത്ര ആൾ വന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത പോലും ഇല്ല. അതുപോലെ കടലായി ജനസഞ്ചയം വലിയ എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടമാണ് ഇന്ന് തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത്.
ഈ മന്ത്രിസഭയിൽ ഏറ്റവും പഴക്കം ചെന്ന മന്ത്രി എന്ന് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് പറയുകയാണ്, വ്യവസായ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം വലിയ സേവനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം വീണ്ടും മന്ത്രിയായി എത്തുന്നു എന്നുള്ളത് ശരിക്കും കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണണം. ഈ മിനിസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നല്ല മിനിസ്ട്രിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നല്ലപോലെ ഭരിക്കുക എന്നതാണ് വി ഡി സതീശൻ്റെ മുന്നിലുള്ള ഒരു ഉത്തരവാദിത്തം. അത് വി ഡി സതീശൻ വളരെ വ്യക്തമായി തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം അദ്ദേഹം ഒരിക്കലും ഒരു അടച്ചിട്ട റൂമിൽ ഇരുന്നു കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പൊതുപ്രവർത്തകനല്ല. ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം വലിയ കൂട്ടുത്തരവാദിത്തോടെ തന്നെ ഈ മന്ത്രിസഭ കൊണ്ടുപോകുന്നതിന് നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇത്രയും വൈവിധ്യങ്ങളെ ഒന്നിച്ച് കൊണ്ടുപോകാന്നുള്ളത് 5 വർഷം കൊണ്ടുപോകാന്നുള്ളത് അത് ചെറിയൊരു ടാസ്ക് അല്ല. നമുക്ക് കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവം അറിയാം, എപ്പോൾ വേണമെങ്കിലും ഒരു കലാപം പൊട്ടി പുറപ്പെടാൻ സാധ്യതയുള്ള ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ ഒരു 5 വർഷം ഈ വൈവിധ്യങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാന്നുള്ളത് വി ഡി സതീശനെ സംബന്ധിച്ച് ചെറിയൊരു ഉത്തരവാദിത്തം ആയിരിക്കില്ല. അല്ലല്ല, വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മളിൽ കാണേണ്ടത്. പക്ഷേ വി ഡി സതീശൻ അത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ മന്ത്രിസഭ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്തത്തിൽ തന്നെ ഉള്ള മന്ത്രിസഭയാണ്. നമുക്ക് ഘടകകക്ഷികളുടെ നേതാക്കന്മാരെല്ലാം എല്ലാ തരത്തിലും വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ്. എല്ലാ ആളുകളും പ്രഗത്ഭന്മാർ തന്നെയാണെന്നുള്ള ഞാൻ ഇതിൽ പറഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസിൽ കലാപം ഉണ്ടാവില്ല എന്നല്ല, കോൺഗ്രസിൽ എല്ലാ കാലത്തും കലാപങ്ങൾ ഉണ്ടാവും. ഈ ഇന്നലെ പോലും ഞാൻ പറഞ്ഞതാണ്, മുരളീധരൻ കലാപത്തിനുള്ള ഒരു ശ്രമമായിരുന്നു. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ചാണ്ടിയുമ്മനെ ഒഴിവാക്കിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനെ മന്ത്രിയാക്കിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വിഷയങ്ങൾ വരുന്നുണ്ട്. എം വിൻസെന്റിനെ മന്ത്രിയാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വിവാദമുണ്ട്. ലത്തീൻ സഭയിലുള്ള അങ്ങനെയുള്ള പരിഗണനകൾ നൽകിയില്ല എന്നുള്ളത്. പക്ഷേ സതീശൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മതപരമായ സ്വീകാര്യതയല്ല നോക്കുന്നത്, ജനങ്ങളുടെ സ്വീകാര്യതയുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ മന്ത്രിസഭയിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഘടകകക്ഷികൾക്കെല്ലാം മന്ത്രിസഭയിൽ അംഗത്വം കൊടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ പലതരത്തിൽ വിട്ടുവീഴ്ച, നമുക്ക് 12 മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് പലതരത്തിലുള്ള സമവാക്യങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ മന്ത്രിസഭയിലേക്ക് ആളുകളെ എടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2.5 വർഷം കഴിയുമ്പോഴേക്ക് ചില മന്ത്രിമാരെയൊക്കെ മാറ്റി ടേം വ്യവസ്ഥയിൽ ഒക്കെ വരാൻ സാധ്യത. മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു ഒരു മന്ത്രിയെ നമ്മൾ ടേം വ്യവസ്ഥയിൽ മാറ്റി 2.5 വർഷം കഴിയുമ്പോൾ വേറൊരു മന്ത്രിയെ കൊണ്ടുവരുന്നു. അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളൊക്കെ കോൺഗ്രസ് എടുത്തേക്കാം. 2.5 വർഷം കഴിയുന്ന സമയത്ത് ചില മാറ്റങ്ങൾക്കൊക്കെ വഴിയൊരുങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിൽ കലാപം ഉണ്ടാവില്ല എന്നല്ല, കോൺഗ്രസിൽ കലാപം ഉണ്ടാവും. ഇപ്പം തന്നെ ചാണ്ടിയുമ്മനെ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വി ടി ബൽറാമിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വേറൊരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാസർഗോഡിന് പ്രാതിനിധ്യം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ മന്ത്രിസഭക്ക് അത്യാവശ്യം ജനങ്ങളുടെ വികാരങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മന്ത്രിസഭ തന്നെയാണ്. അതുകൊണ്ട് 2 സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഷാനിമോൾ ഉസ്മാനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വലിയ തീരുമാനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മിനിസ്ട്രി വേണമെങ്കിൽ കൊണ്ടുവരാമായിരുന്നു. ഇപ്പോൾ കെ രമേനെ മന്ത്രിയാക്കാമായിരുന്നു. കെ രമ ശരിക്കും RMB പ്രസ്ഥാനം മലബാറിൽ UDF വലിയ ഉത്തേജനം നൽകിയതാണ്. RMBയുടെ ശക്തമായ നിലപാടും ഒക്കെ തന്നെയാണ് CPMൻ്റെ ഉരുക്കുവട്ടിയായ വടകരയിലൊക്കെ, കോഴിക്കോട് ജില്ലയിൽ ആകമാനവും അത്തരത്തിലുള്ള ചില നേട്ടങ്ങളൊക്കെ UDF ഉണ്ടാക്കിയത്. വടകര പാർലമെൻറ്റ് മണ്ഡലം തുടർച്ചയായിട്ട് കോൺഗ്രസിന് ജയിക്കാൻ പറ്റുന്നതൊക്കെ RMBയുടെ ഒരു ശക്തമായ നിലപാടാണ്. അതുകൊണ്ട് തീർച്ചയായും ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ എന്ന നിലയിലും അതുപോലെ തന്നെ RMBയുടെ നേതാവ് എന്നുള്ള നിലയിലും 2ാം തവണ വടകരയിൽ നിന്ന് ജയിച്ചു വന്ന കെ രമയെ മന്ത്രിസഭയിൽ കൊണ്ടുവന്നില്ല എന്നുള്ളതൊക്കെ ചെറിയ ഒരു അപാകതയായിട്ട് തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു കൂട്ടു മന്ത്രിസഭയായതുകൊണ്ട് തന്നെ എല്ലാ ആളുകളെയും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു മന്ത്രിസഭ എന്ന് അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ശരിക്കും വളരെ കണ്ണിന് ഭയങ്കരമായി ഇമ്പം നൽകുന്നതായിരുന്നു. കാരണം എല്ലാ തരത്തിലുള്ള നേതാക്കന്മാരെയും, എല്ലാ പാർട്ടി നേതാക്കന്മാരെയും, BJPയുടെയും അതുപോലെ തന്നെ CPMൻ്റെയും നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, എല്ലാ നേതാക്കന്മാരെയും ഒറ്റ നിരയിൽ ഇരുത്തി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ ഖർഗെ, പിന്നെ തെലങ്കാന മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, അങ്ങനെ എല്ലാ തരത്തിലുള്ള VIP-കളെയൊക്കെ ഒറ്റ വേദിയിൽ ഇരുത്തിക്കൊണ്ട് നടത്തിയ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ശരിക്കും വളരെ മാതൃകാപരമായിരുന്നു എന്നും കൂടി നമ്മൾ ഇതിൽ പറയേണ്ടതുണ്ട്.